ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ചീരത്തോരൻ്റെ റെസിപ്പിയായിട്ടാണ് പറയണേ. ഈ ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ചീരക്ക് നമ്മുടെ ഇവിടെയൊക്കെ വള്ളിച്ചീര എന്നാണ് പറയണേ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഈ ചീരക്ക് പറയണതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചീര ഞാൻ ഒടിക്കാൻ വേണ്ടി വന്നപ്പോൾ കഷ്ടകാലത്തിന് ഗായ്സ് ഈ ചീര വളരെ കുറവുള്ളൂ. ഒരു പിടി പോലും എനിക്ക് എടുക്കാണ്ടായില്ല. അങ്ങനെ ഞാൻ മുറ്റം മുഴുവൻ തപ്പി വന്നപ്പോൾ ഇതേപോലെ ഈ ചീരയും വളരെ കുറച്ച് കിട്ടി. അതും കുറച്ചെടുത്ത് രണ്ടും കൂടി വന്നപ്പോൾ കറക്റ്റ് ഒരു പിടി ഫുള്ളല്ല, ഒരു പിടി എനിക്കുണ്ടായുള്ളൂ ചീര വളർത്താൻ വേണ്ടി. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി അരിഞ്ഞ് 2 ചീര ഒരുമിച്ചിരുന്ന് അരിഞ്ഞ് കൂടെ നമ്മൾ തേങ്ങ ചിരകിയതെടുത്തു, സവാളയും പച്ചമുളകും അരിഞ്ഞതെടുത്തു, മുട്ട 2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒരെണ്ണമായിട്ടേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ ഇതാണ് കേസ്, ഞാൻ മീൻ വറുക്കുന്ന സമയത്ത് ഒരു പുതിയ ചീനച്ചട്ടി വാങ്ങിയ കാര്യം പറഞ്ഞ് ആ ചീനച്ചട്ടിയാണ് ഇട്ടത്. ആ ചീനച്ചട്ടിക്കകത്ത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം വഴറ്റി. അത് നല്ലോണം വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചീര അതിലേക്ക് ഇട്ടു. ഞാൻ ഉപ്പ് ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്, ഉപ്പേറ്റ് അവസാനം ഇടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് നല്ലോണം വാടി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒന്ന് സൈഡിലേക്ക് വകഞ്ഞ് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. 2 മുട്ട ഇടാമെന്നാണ് ഓർത്തത്, പക്ഷേ കുറച്ച് ചീരയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിടാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ആ മുട്ട ഒന്ന് ചിക്കാൻ വേണ്ടി പാകത്തിന്. അതിന് ശേഷം നമ്മുടെ മുട്ട ഇട്ടിട്ട് ആ മുട്ട മാത്രം ആദ്യം കുറച്ച് നേരം ചിക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നോടം വരെ ചിക്കി. അതിനുശേഷം മുട്ട ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ സൈഡിൽ കയറ്റി വെച്ച ചീരയും കൂടെ കൂട്ടി നല്ലോണം ഇളക്കി. അത് രണ്ടും നല്ലോണം ഒന്ന് ഉണങ്ങി പരുവായി കഴിഞ്ഞപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് നമ്മൾ ചിരണ്ടി വെച്ചത് ഇട്ടു. അതിന് ശേഷമാണ് ഗൈസ് ഞാൻ ഉപ്പിടുന്നത്. കാരണം ഇത്രയും സാധനങ്ങൾ ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഉപ്പ് വേണമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പിട്ട് നല്ലോണം വഴറ്റി എടുത്തു. സൂപ്പറായി. ഇത്രേ ഉള്ളൂ ഗൈസ്.